നീ എന്താ വിചാരിച്ചേ? ആളെ വിളിച്ചു വരുത്തിട്ട് തൊട്ടിത്തരം കാണിക്കുന്നു. അയ്യോ പവി, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ ഇന്നലെ പാർക്കിൽ വന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? പവി ഒരു പെണ്ണുമായി കൊഞ്ചി കുഴിഞ്ഞു നിൽക്കുന്നു. എടി കൊഞ്ചി കുഴഞ്ഞു ഞാനോ? എന്റെ തെളിവുണ്ട് പവി. പാർക്കിൽ ആ പെണ്ണുമായി കൊഞ്ചി കുഴിഞ്ഞതിന്റെ തെളിവുകൾ കൊറിയറിലാക്കി ഞാൻ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. വേഗം ചെന്ന് കൈപ്പറ്റിക്കോ, ഇല്ലെങ്കിൽ ചിലപ്പോ അച്ഛന്റെ കിട്ടും. ആകെ പ്രശ്നമാവും. ഈ വാലുമ്മേ തീ പിടിച്ച വാനരന്റെ കേട്ടിട്ടുണ്ടോ? എന്താ അത്? ഇപ്പൊ കാണാം, ദേ നോക്കിക്കോ. സമ്മതിച്ചു നിന്നെ. അച്ഛാ, ആ നീ എപ്പോ വന്നു? എനിക്കൊരു കൊറിയർ വന്നോ? ആര് പറഞ്ഞു? അവള് വിളിച്ചു പറഞ്ഞു, ആ റോസ്. നീ എന്തിനാ ഇന്നലെ പാർക്കിൽ പോയത്? അച്ഛനും നാരായണേട്ടനും വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് നോക്കാൻ അല്ലേ? ആ. നീ ഇന്നലെ ഇട്ടിരുന്ന ഷർട്ടിന്റെ നിറം എന്താ? ബ്ലൂ. യെല്ലോ. വെറും യെല്ലോ അല്ല, ലൈറ്റ് യെല്ലോ. അച്ഛൻ എന്നെ വട്ടുപിടിപ്പിക്കേണ്ട കാര്യം പറ. ആ കൊറിയർ എവിടെ? നിനക്ക് ആ റോസിനെ അറിയില്ല? ഇല്ല. നീ അവൾക്ക് വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ല? ഇല്ലെന്ന്. മോതിരം കൈമാറിയിട്ടില്ല? എടാ, നുണ പറഞ്ഞാൽ നുണയാണെന്ന് എനിക്ക് മനസ്സിലാകണം. അത്തരം നുണകളല്ലേ ഞാൻ നിന്നോട് പറയാറുള്ളൂ. അച്ഛ പ്ലീസ്, എന്റെ തല പെരുക്ക്. അയ്യോ, ഇവള് അവള് ഭർത്താവ് അപ്പ എപ്പ ഫോട്ടോ. എന്താ എന്തു പറയുന്നു? അച്ഛാ, ഇത് ഞാൻ. ആ ഫോട്ടോയിൽ കാണുന്നത് നീ അല്ല എന്ന്. ആരാ? അഥവാ ആണെങ്കിൽ തന്നെ നിന്റെയും അവളുടെയും ഫോട്ടോ വെട്ടി ഒട്ടിച്ചതാണ്. അച്ഛൻ താന്തോന്നിയാണ്, അനുസരണ ഇല്ലാത്തവനാണ്, ചീത്ത കൂട്ടുകൂടി പൊല്ലാപ്പൊണ്ടാക്കുന്നവനാണ്. എന്തായിരുന്നു ഇവിടെ കിടന്ന താണ്ഡവം? ആരാടാ ഇത്? നിനക്കെന്താ ഇവളുമായിട്ട് ബന്ധം? എടുക്കെടുക്ക്. അവളെ ഞാനിന്ന് ചോണയുണ്ടെങ്കിൽ നേരിട്ട് വാടി പുല്ലേ. നിനക്ക് എന്താ ചെയ്യേണ്ടെന്നറിയോ? നല്ല മുള്ളുമുരുക്കിന്റെ പത്തലൊടിച്ച് 2 കാലും പിടിച്ച് പിടിക്കാതെ മോന്തിക്കിട്ട് ഉരയ്ക്കാ വേണ്ടത്. എന്താണ് നിന്റെ ഉദ്ദേശം? ആരാണ് നിന്റെ പിന്നില്? സർ, ഇത് ഞാനാണ്, സോഫി. സോഫിയോ? ഏ സോഫി? ആ, സോഫിയായിരുന്നോ? സോഫിയ, സോറി അച്ഛാ. എന്താടോ? സാറിനെ കാണാൻ ഇവിടെ ഒരാൾ വന്നിരിക്കുന്നു, ഒരു മിസ് റോസ്. ഞാൻ എന്താ പറഞ്ഞു? അവൾ അവിടെ ഉണ്ടെന്ന്. ഇന്ന് ഞാൻ തീർത്തു തരാ. ഫോട്ടോ അവിടെ. അച്ഛൻ നോക്കിക്കോ, അവളുടെ അമ്മൂമ്മയുടെ റോസ് ഒന്ന് ചെമ്പരത്തേക്ക് കൊടുക്കും ഞാൻ. എവിടെ റോസ്? ഈ റോസ് അല്ല, ക്ലാസ്മേറ്റ് റോസ്. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, സാറിന് തരാൻ പറഞ്ഞു. ഓ, അഡ്രസ്സും ഉണ്ടോ? അഡ്രസ് രണ്ടും ഒന്ന് തന്നെയാ. പ്ലീസ് കോണ്ടാക്ട് മീ വിത്തിൻ 1 hour. റോസ്. ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം. ആ ബാബുട്ടാ, നീ പുളിച്ച 3 തെറി പറഞ്ഞേ. ആരെ? എന്നോട് പറയടാ, ഒരു അത്യാവശ്യത്തിനാ. അയ്യ, ഇവിടെ വെച്ചോ? എന്റെ ചെവി പറയടോ. പുതിയതാ? ആ, കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? തെറിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? ആണല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ക്യാബിനിലേക്ക് വാ, കുറച്ച് പണിയുണ്ട്. ഇന്ന് ആർക്കെങ്കിലും ശരിക്ക് കിട്ടും. ഞാൻ നല്ല കല്ല് വെച്ച 3-4 തെറി ശരിക്ക് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. മിക്കവാറും അത് ബാബുക്കുട്ടനെ തന്നെയായിരിക്കും.
ചിരിക്കണ്ട, അവൻ എന്നോട് അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ ഗുരുത്തുള്ളവനാ. ആ ബാബുട്ടാ, നീ ഈ എഴുത്തുകൊണ്ടേ കൊടുക്കണം. അഡ്രസ് കവറിലുണ്ട്. വൈകുന്നേരം പോയാ പോരെ? പോരാ, ഇപ്പൊ തന്നെ പോണം. അവളവിടെ 1 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. നീ ഒരു ഓട്ടോ പിടിച്ച് പോക്കോ. ആ പിന്നെ മറുപടി തരാൻ പ്രത്യേകിച്ച് പറയണം. അത് വാങ്ങിച്ചോണ്ട് നീ വരാവൂ. അല്ലെ വരരുത് പ്ലീസ്. അത് വാങ്ങിച്ചിട്ടേ ബാബുട്ടം വരൂ. ആ എന്നാ വിട്ടോ. വിട്ടു. ഇപ്പോഴ ഒരു സമാധാനായത്. റോസ് ഇൻ ദ ബാസ്കറ്റ്. പവി വന്നു. എത്രയാ? 10 രൂപ. അയ്യോ, പവിയല്ല, കടയിലേതോ സ്റ്റാഫാണെന്നാ തോന്നുന്നത്. ആ ഇതാ കോഴിക്ക് വെച്ചത് കൊളക്കോഴിക്ക് കൊള്ളുതാന്ന് പറയുന്നത്. ഓ, നമസ്കാരം. എന്താ ഇത് ഇവിടെ തരാൻ പറഞ്ഞു. പവി നിനക്ക് ലവ് ലെറ്റർ വല്ലതും കൊടുത്തു വിട്ടതായിരിക്കോ? ഏയ്, അത് മാത്രം പവി എനിക്ക് കൊടുത്തുവിടാൻ ഒരു സാധ്യതയില്ല. പിന്നെ എന്തായിരിക്കും അത്? ആ, മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യൂ, കയ്യോടെ തന്നുവിടാം. ആയിക്കോട്ടെ, സന്തോഷം. എന്തിനായിരിക്കും അവരകത്ത് പോയത്? കുളക്കോഴിക്കിനി വല്ല ചായയോ കാപ്പിയോ കൊടുക്കാനാണോ? ഹലോ, പോലീസ് സ്റ്റേഷൻ. കുളക്കോഴിയെ പിടിക്കാൻ പട്ടി അഴിച്ചുവിടാൻ പോയതാണോ എന്ന് എനിക്കൊരു സംശയം. ദേ കൊളക്കോഴി കൊത്തുന്നുണ്ടെന്നാ തോന്നുന്നേ. എന്നാ ഞാൻ കുറച്ച് തവിടും പിണ്ണാക്ക് വിട്ട് കൊടുത്തേക്കാം. ഹായ്. പാവം, വളർത്തി വളർത്തി കൊല്ലാനാന്ന് കൊളക്കോഴി അറിയുന്നില്ലല്ലോ. ആരാടാ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി തെറുക്കത്ത് കൊടുത്ത്? ഇയാളാണ് സാർ. അയ്യ, നീ ആരാടാ? അയ്യ, ഞാനാ ടൈപ്പൊന്നല്ല. പിന്നെ ഞാൻ മറുപടി കാത്തു നിൽക്കുക. മറുപടി കാത്തു മറുപടി ഞാൻ തരാടാ. വണ്ടി വിട്. മോളെ, കളി കൈവിട്ട് തുടങ്ങിയേ. എവിടം വരെ പോന്നു നോക്കട്ടെ. അങ്ങോട്ട് ചെല്ലടാ റാസ്കൽ. ആരാ? എന്താ പറയാമേ? അതെ, ഇയാള് തന്റെ സ്റ്റാഫാണോ? അല്ല. ആണ്. ഇയാൾ എന്താ തോന്നിയാസാ കാണിച്ചെന്നറിയോ? എന്താടാ കാണിച്ചേ? ഞാൻ പറഞ്ഞുതരാം. പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇവൻ തെറിക്കത്ത് കൊടുത്തു. അതും ഞങ്ങള് പോലീസുകാര് തോറ്റുപോകുന്ന തെറി. ഈശ്വരാ, നിനക്ക് അമ്മ പെങ്ങന്മാരൊന്നും ഇല്ലടാ? അത് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞ എന്റെ മോനാളി തന്നാണോ? ഏയ്, ഞാൻ കൊടുത്തൊന്നുമല്ല. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. നല്ല തറവാട്ടിക്കൊണ്ടേ തിരക്കത്ത് കൊടുക്കും. അതിവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അല്ല പവൻ, അന്ന് കുക്കു അയൽക്കാരനുമായിരുന്നു കുഴപ്പക്കാർ. ഇപ്പതേ ഇവൻ. ഒരു സംശയം ചോദിച്ചോട്ടെ, തന്റെ കൂടുള്ളവരെല്ലാം ഇങ്ങനെ ഞരമ്പ് രോഗികളാണോ? അല്ലാതിപ്പോ മറിയാമ്മ ഇത്തവണ ഇവനോടും കൂടി ഒന്ന് ക്ഷമിച്ചേക്ക്. ഇനി ഇവിടുന്ന് ആരും ഒരു കുഴപ്പമുണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇനി പഴയ കോളേജ് മേറ്റ് പറഞ്ഞിട്ട് വിട്ടില്ലെന്ന് വേണ്ട. പക്ഷെ ഇവനോട് എനിക്ക് 2 വാക്ക് പറഞ്ഞാലേ സമാധാനം കിട്ടും. ഇനി നീ പോലീസുകാര് തോറ്റുപോകുന്ന ഭരണിപ്പാട്ട് എഴുതിയ നീ പോലീസിന്റെ തനി സ്വഭാവം അറിയും. പിന്നെ നിന്നെ ഞങ്ങള് വല്ല ഭരണിക്കകത്തും കഷ്ണം കഷ്ണമാക്കി നുറുക്കിയിട്ട് അടിയിൽ കൂടെ തീ വയ്ക്കും. കേട്ടടാ ഞരമ്പ് രോഗി. പവൻ, കമോൺ. സാറിനൊരു കോളുണ്ട് ബോംബെന്നാ. ബോംബെന്നാ? ഹലോ. ഐ എം സോറി. ഇത്രയും വരെ കൊണ്ടെത്തിക്കണമെന്ന് വിചാരിച്ചതേയല്ല. ഐ എം റിയലി സോറി പവി. നീ ഇപ്പൊ എവിടെയുണ്ട്? ദാ ഇവിടെ തന്നെ, തൊട്ടടുത്ത്. അടുത്തോ? അടുത്തെന്ന് വെച്ചാ? ഞാൻ ദേ ഇപ്പൊ അങ്ങോട്ട് വരാം. നീ ഇങ്ങോട്ട് വരേ വേണ്ട, നിന്നെ എനിക്ക് കാണുകയും വേണ്ട. നിന്നെങ്ങാനെ കൺമുമ്പിൽ കണ്ടല്ലോ. പണ്ട് ലക്ഷ്മണൻ ശൂർപ്പണയെ ചെയ്തില്ലേ, അതുപോലെ വെട്ടിയെറിഞ്ഞ് നിന്നെ നുറുക്കി 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 ഞാൻ. കേട്ടറി? സോറി. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു.
നോ മെൻഷൻ. ഓക്കെ, നാറ്റക്കേസ് ഉണ്ടാക്കിയിട്ട് വന്ന് നിക്ക പോങ്ങൻ. ആര് നാട്ടക്കേസ് ഉണ്ടാക്കിയത്? ഇയാള് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. എടാ നിന്നോട് ഞാൻ പറഞ്ഞ ആ കത്തുണ്ട് വേറെ വീട്ടിൽ കൊടുക്കാൻ. അഡ്രസ് നോക്കി കൊടുക്കാനല്ലേ ഇയാൾ പറഞ്ഞത്? അഡ്രസിന്റെ മുമ്പിൽ റോസ് എന്ന് മത്തങ്ങ അക്ഷരത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടില്ലേ? റോസ് എന്ന് പറഞ്ഞാൽ റോസിനുണ്ടേ കൊടുക്കണം, അല്ലാതെ കേട്ട തള്ളമാർക്കല്ല കൊണ്ടേ കൊടുക്കേണ്ടത്. മനസ്സിലായടാ കഴുതേ? 5ാം ക്ലാസ് വരെ മണ്ടത്തരം പഠിച്ചിട്ട് വന്ന് നിൽക്കുക. എടാ നിന്റെ സംസർഗം കൊണ്ടാ എനിക്ക് ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ പറ്റണത്. നിന്ന് മോങ്ങാതെ പോയി നിന്റെ ജോലി വെക്കടാ, പോരാ. ആരക്കഴുത. എനിക്ക് ഏത് സമയത്ത് അങ്ങനെ തോന്നിയത് ഈശ്വര, ഒരു കാര്യമില്ല. മിസ്റ്റർ പവി, യെസ്. എന്താ പവി? കേട്ടാലറിയാത്തയാളെ കണ്ടിട്ടറിയുന്നുണ്ടോ? നോക്കിക്കോ, ശരിക്കും നോക്കിക്കോ. തീരെ ഓർമ്മ കിട്ടുന്നില്ല. റാഗിങ്ങിന്റെ പേരിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് ഇയറിന് പഠിച്ചിരുന്ന ഒരു നാട്ടിൻപുറത്തുകാരി പെണ്ണിന്റെ മുടി മുറിച്ച ഓർമ്മയുണ്ടോ? അഞ്ജന. പവിന്റെ പേരും മറന്നിട്ടില്ല? മറക്കാൻ പറ്റുമോ? ജീവിതത്തിൽ മറക്കാൻ പറ്റുമോ? അഞ്ജന പിള്ള. എന്നെങ്കിലും നേരിട്ട് കണ്ടാൽ പവി പറഞ്ഞതുപോലെ നുറുക്കി 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 നുറുക്കി. അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഇത്രയൊക്കെയല്ലേ ചെയ്തുള്ളൂ. എ സ്വീറ്റ് റിവെഞ്ച്. പക്ഷേ ക്ലൈമാക്സ് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇപ്പതേ എന്റെ മനസ്സ് ക്ലീനായി. പവിയുടെ മനസ്സിലും പിണക്കൊന്നും വേണ്ടാട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട്സ്. ഓക്കെ.